ബെസ്റ്റ് കോച്ച് എൻ്റെ മനസ്സിൽ ആരാ വരുന്നത്? ബെസ്റ്റ് കോച്ച് അല്ലെങ്കിൽ ഫേവറേറ്റ് കോച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആരാണ് വരുന്നത്? ബെസ്റ്റ് കോച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന കോച്ച് എന്ന് പറഞ്ഞാൽ സിദാനാണ്. നമ്മുടെ റയൽ മാഡ്രിഡിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. 3-peat UCL ഒക്കെ നേടിയ ഒരു ടൈം. 3-peat UCL എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു റയർ ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഒരു ടീം നേടിയിട്ടില്ല. നമുക്കറിയാം റയൽ മാഡ്രിഡ് ഗോട്ട് ക്ലബ്ബാണെന്നും റയൽ മാഡ്രിഡ് ലെവലിൽ മറ്റൊരു ക്ലബ്ബുകളും ഇല്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ 3-peat UCL എന്ന് പറഞ്ഞത് അതൊരു വേറെ ലെവല് സംഭവം തന്നെയാണ്. എല്ലാ കോച്ചുമാർക്കും ഒന്നും അങ്ങനെ ഒരു സംഭവം നേടാൻ കഴിയില്ല. അതായത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും 2016, 17, 18 വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചെന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. സിദാൻ അതിനുവേണ്ടി റയൽ മാഡ്രിഡിനെ അത്രക്കും സ്ട്രോങ് ആയിട്ട് ടീമാക്കി എടുത്തു. റയൽ മാഡ്രിഡിന്റെ ഏറ്റവും പീക്ക് കാലഘട്ടം, ഏറ്റവും സുവർണ്ണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈമില് റയൽ മാഡ്രിഡിനെ ഏറ്റവും ടോപ്പിലെത്തിച്ചു ചാമ്പ്യൻസ് ലീഗിൽ. അത് തന്നെയാണ് സിദാന്റെ ഏറ്റവും വലിയ നേട്ടം. പക്ഷെ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ മൊറീനിയോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടാ. സിദാൻ വലിയൊരു കോച്ച്, നല്ലൊരു കോച്ച്. പക്ഷെ എൻ്റെ ഒരു ഫേവറേറ്റ് കോച്ച് എന്ന് പറഞ്ഞാൽ മൊറീനിയോ ആണ്. കാരണം മൊറീനിയോന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ സിദാൻ എന്ന് പറയുമ്പോൾ ഒരു സീസണിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ സിദാൻ ഇനിയും ചാൻസ് കൊടുത്ത് സിദാൻ ചിലപ്പോൾ അതിൽ അടിപൊളിയാവും. പക്ഷെ സിദാൻ ഇപ്പോൾ ഫ്രാൻസിന്റെ ഹെഡ് കോച്ച് ആണെന്ന് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അത് പോട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് മൊറീനിയോന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. മൊറീനിയോ അതേപോലെ എന്താണ് ഇപ്പോൾ പോർട്ടോയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ്, അത് കഴിഞ്ഞിട്ട് ചെൽസിയിൽ പോർട്ടോ പോലത്തെ ഒരു ടീമിനെ അത്രയും ലെവലിൽ എത്തിച്ചു. അതേപോലെ തന്നെ ചെൽസിനൊക്കെ മറ്റേ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നമ്മൾ ഒരിക്കലും മറക്കൂല. ദിദിയർ ഡ്രോഗ്ബയുടെ കളികളും അതേപോലെ തന്നെ അന്നത്തെ ഫ്രാങ്ക് ലാംബാർട്ട്, മക്ലേലി അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ കളികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും കളികളാണ്. അവരെ അതുപോലത്തെ പ്ലേയേഴ്സിനൊക്കെ വാർത്തെടുത്ത് പറഞ്ഞ ഹൊസെ മൊറീനിയോ ആണ്. അതേപോലെ തന്നെ ഹൊസെ മൊറീനിയോ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഹൊസെ മൊറീനിയോ ഒരു ടീമിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ടീമിനെ ഇപ്പോൾ ഹൊസെ മൊറീനിയോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പറയല്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന്. ഹൊസെ മൊറീനിയോ വരുന്നതിന് മുമ്പ് ഈ ടീമിന്റെ അവസ്ഥയും വന്ന് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്ത് ആ ടീമിനെ ഒരു ലെവലിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് ഓൻ സെറ്റാക്കി വെക്കും. അതായത് ഏതൊരു ടീമിൽ ഹൊസെ മൊറീനിയോ വന്ന് പോയി കഴിഞ്ഞാൽ ആ ടീമിന് വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ സ്കോഡിലും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫാക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയുക മൊറാൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും മിക്ക ടീമുകളിലും. അങ്ങനെ ഒരു ഗുണം എന്താണ് ഹൊസെ മൊറീനിയോക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ഇപ്പോൾ റൊണാൾഡോ നമ്മൾ എടുത്ത് പറയുമ്പോൾ റൊണാൾഡോന്റെ ഒരു സംഭവം, ഇപ്പോൾ റയൽ മാഡ്രിഡിൽ ഹൊസെ മൊറീനിയോ കോച്ച് ചെയ്ത സമയത്ത് റൊണാൾഡോയും മൊറീനിയോ തമ്മിലൊരു കോമ്പോ, ആ ഒരു വർഷത്തെ കണക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 164 ഗെയിമുകളാണ് റൊണാൾഡോ ഹൊസെ മൊറീനിയോന്റെ കീഴിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 164 കളികളിൽ 168 ഗോൾ റൊണാൾഡോ കളിച്ചിട്ടുള്ളത്, 49 അസിസ്റ്റും. അത്രയും വലിയൊരു ഇമ്പാക്ട് ഈ ഒരു ഹൊസെ മൊറീനിയോന്റെ കീഴിൽ റൊണാൾഡോക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അന്നത്തെ എൽ ക്ലാസിക്കോ ഒക്കെ ഭയങ്കര കട്ട എൽ ക്ലാസിക്കോ ആയിരുന്നു. എന്താണ് ഹൊസെ മൊറീനിയോ വേഴ്സസ് പെപ് ഗാർഡിയോള, അതിലേക്ക് നമ്മൾ അടുത്ത് വരുന്നത്.